ഒരുപാട് സ്നേഹത്തോടെ മിനീസ് കിച്ചണിലേക്ക് ഹാർദവമായ സ്വാഗതം. നവരാത്രി സ്പെഷ്യൽ വിഭവങ്ങളാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. ഓരോ ദിവസവും ഓരോ നിവേദ്യങ്ങളാണ് ദേവിക്ക് നമ്മൾ സമർപ്പിക്കുന്നത്. ഹൈന്ദവ വിശ്വാസപ്രകാരം കലകളുടെയും വിദ്യാരംഭത്തിൻ്റെയും ആരാധനയുടെയും വിജയത്തിൻ്റെയും ഉത്സവമാണ് നവരാത്രി അഥവാ മഹാനവരാത്രി. നവരാത്രിയുടെ അവസാന 3 ദിവസങ്ങളാണ് ഏറ്റവും വിശേഷം. ഇവ ദുർഗാഷ്ടമി, മഹാനവമി, വിജയദശമി എന്നീ പേരുകളിൽ അറിയപ്പെടുന്നു. സ്ത്രീശക്തി, മഹാശക്തി, മാതൃത്വം, യുവതി, ബാലിക, ഊർവരത, ഐശ്വര്യം, വിദ്യ തുടങ്ങിയ ഭാവങ്ങളിൽ പ്രപഞ്ചനാഥിയായ ആദിശക്തിയെ ആരാധിക്കുന്ന ദിവസങ്ങളെന്ന നിലയിൽ നവരാത്രി വിശേഷിക്കപ്പെടാറുണ്ട്. ദുർഗാപൂജ, ദസറ തുടങ്ങിയ പേരുകളിലും ഈ ഉത്സവം അറിയപ്പെടുന്നു. കേരളത്തിൽ മഹാസരസ്വതി പൂജയ്ക്ക് ഈ ദിവസങ്ങളിൽ പ്രാധാന്യം വരുന്നു. ഇത് വിദ്യാരംഭം എന്നറിയപ്പെടുന്നു. അജ്ഞാനമാകുന്ന ഇരുളിനെ അകറ്റി അറിവിൻ്റെ പ്രകാശം പ്രദാനം ചെയ്യുന്നു എന്നതാണ് നവരാത്രി ആഘോഷത്തിൻ്റെ സന്ദേശം. പൊതുവെ ജഗദീശ്വരിയായ ആദിപരാശക്തിയെ വിവിധ ഭാവങ്ങളിൽ ആരാധിക്കുന്ന നാളുകളാണ് നവരാത്രി. പ്രാദേശിക ഭേദങ്ങൾക്കനുസരിച്ച് നവരാത്രി ആഘോഷത്തിന് വ്യത്യസ്ത ഭാവതലങ്ങളുണ്ട്. കേരളത്തിൽ സരസ്വതി പൂജ അഥവാ വിദ്യാരംഭം, തമിഴ്നാട്ടിൽ കൊലുവെപ്പ്, കർണാടകയിൽ ദസറ, കൊല്ലൂർ മൂകാംബികയിൽ പുഷ്പരഥോത്സവം, ഉത്തരഭാരതത്തിൽ രാമലീല, ബംഗാളിൽ ദുർഗാപൂജ, ആസാമിൽ കുമാരി പൂജ, സപ്തമാതൃപൂജ, ശ്രീവിദ്യ ഉപാസകർക്ക് ശ്രീചക്രപൂജ എന്നിങ്ങനെ നീളുന്നു വ്യത്യസ്തതയുടെ ഭാവതലങ്ങൾ. വ്രതങ്ങളുടെ റാണിയാണ് നവരാത്രി വ്രതം എന്നാണ് സങ്കല്പം. നവരാത്രിയിൽ ഭഗവതിയെ ഉപാസിക്കുന്നവർക്ക് ആഗ്രഹപൂർത്തിയും ദുഃഖമോചനവും കാര്യവിജയവും ബലം എന്ന് വിശ്വാസം. ശാക്തേയ വിശ്വാസപ്രകാരം 9 രാത്രിയും 10 പകലും നീണ്ടു നിൽക്കുന്ന ഈ ഉത്സവത്തിൽ ഭഗവതിയായ ആദിപരാശക്തിയുടെ 3 പ്രധാന ഭാവങ്ങളെ ആരാധിക്കുന്നു. അതിൻ്റെ ഭാഗമായി ആദ്യ 3 ദിവസം ഭഗവതിയെ മഹാകാളിയായും, അടുത്ത 3 ദിവസം മഹാലക്ഷ്മിയായും, അവസാനത്തെ 3 നാൾ മഹാസരസ്വതിയായും സങ്കല്പിച്ച് പൂജ നടത്തുന്നു. ദുർഗയുടെ 9 രൂപങ്ങൾ ശൈലപുത്രി, ബ്രഹ്മചാരിണി, ചന്ദ്രഗണ്ഡ, കൂഷ്മാണ്ഡ, സ്കന്ദമാത, കാർത്യായനി, ഭദ്രകാളി അഥവാ കാലരാത്രി, മഹാഗൗരി, സിദ്ധിദാത്രി എന്നിവയാണ്. നവരാത്രി വേളയിൽ ഓരോ ദിവസവും ദേവിയെ ഓരോ ഭാവത്തിലാണ് ധ്യാനിച്ച് ആരാധിക്കേണ്ടത്. 1-ാം ദിവസം ബാലസ്വരൂപിണി ഭാവത്തിൽ ശൈലപുത്രിയായി പാർവതീദേവിയെ സങ്കല്പിച്ച് ആരാധിക്കുകയാണ് ആദ്യം ചെയ്യേണ്ടത്. പൂർവ്വജന്മത്തിലെ സതീദേവിയെപ്പോലെ ദേവി ഈ ജന്മത്തിലും പരമശിവന്റെ അർദ്ധാംഗിനിയാണ്. ഒരു കയ്യിൽ ശൂലവും മറുകൈയിൽ താമരയും ദേവി ഏന്തിയിരിക്കുന്നു. പ്രാധാന്യമുള്ള നിറം മഞ്ഞയാണ്. കാളയാണ് ദേവിയുടെ വാഹനം. നമ്മൾ പ്രസാദമായി ഉണ്ടാക്കാൻ പോകുന്നത് വെള്ള കടലച്ചൂണ്ടലും പൈനാപ്പിൾ കേസരിയുമാണ്. ഇതിന് പഴുത്ത ഒരു പൈനാപ്പിൾ തോലെല്ലാം കളഞ്ഞ് കഷ്ണങ്ങളായി മുറിക്കുക. ഒരു പൈനാപ്പിൾ മുഴുവൻ വേണ്ട, പകുതി മതി. ഒരു ചെറിയ ബോൾ റവയിലാണ് നമ്മൾ ഇന്ന് കേസരി ഉണ്ടാക്കുന്നത്. ഇനി ഇത് ഒരു മിക്സി ജാറിലേക്കിട്ട് വെള്ളമൊഴിക്കാതെ അരച്ചെടുക്കാം. അതിനുശേഷം പൈനാപ്പിൾ ജ്യൂസ് അരിച്ചെടുക്കുക. ഇത് അരിക്കാതെ വേണമെങ്കിലും യൂസ് ചെയ്യാം. പൈനാപ്പിൾ ജ്യൂസ് എടുത്തത് മാറ്റിവെക്കുക. ഇനി ഗ്യാസ് കത്തിച്ച് ഒരു പാൻ വയ്ക്കുക. പാൻ ചൂടായി വരുമ്പോൾ 4 സ്പൂൺ നെയ്യ് ചേർക്കുക. നെയ്യിൻ്റെ അളവെല്ലാം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കുക. ആദ്യം നെയ്യിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് സിമ്മിൽ വറുക്കുക. അണ്ടിപ്പരിപ്പ് സിമ്മിൽ വറുക്കുമ്പോഴാണ് നല്ല ക്രിസ്പിയായി കിട്ടുന്നത്. ഹൈ ഫ്ലെയിമിൽ വെച്ച് വറുത്തതും സിമ്മിൽ വെച്ച് വറുത്തതും കഴിച്ചു നോക്കിയാൽ ടേസ്റ്റ് വ്യത്യാസമുണ്ടായിരിക്കും. അണ്ടിപ്പരിപ്പ് മൂത്ത് വരുമ്പോൾ 2 സ്പൂൺ മുന്തിരിങ്ങ ഇട്ട് വറുക്കുക. മുന്തിരിങ്ങ വീർത്ത് ബാൾ പോലെയായി വരുമ്പോൾ കോരി മാറ്റി വയ്ക്കാം. ഇനി ഇതേ പാനിൽ ബാക്കിയുള്ള നെയ്യിൽ ഒരു ചെറിയ കപ്പ് റവയിട്ട് സിമ്മിൽ വറുക്കുക. റവയുടെ കളർ മാറാതെ മൂത്ത് നല്ല മണം വരുമ്പോൾ 2 കപ്പ് വെള്ളം ഒഴിക്കുക. ചുടുവെള്ളം ഉപയോഗിക്കുകയാണെങ്കിൽ ഒട്ടും തന്നെ കട്ടയിട്ടില്ല. 1 കപ്പ് റവയ്ക്ക് 2 കപ്പ് വെള്ളമാണ് എടുക്കേണ്ടത്. നിങ്ങൾ ഏത് പാത്രത്തിലാണോ അളവെടുക്കുന്നത് എല്ലാ അളവുകളും അതേ മെഷർമെൻറ്റിൽ എടുക്കുക. റവ കട്ട കെട്ടാതെ കുറുക്കിയെടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ അരിച്ചു വെച്ച പൈനാപ്പിൾ ജ്യൂസ് ചേർക്കുക. ഒന്നിളക്കി യോജിപ്പിച്ചതിനു ശേഷം 2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുക. 1:2:2 എന്ന അനുപാതത്തിലാണ് റവയും വെള്ളവും പഞ്ചസാരയും ചേർക്കേണ്ടത്. അടിപ്പിടിക്കാതിരിക്കാനും ഇളക്കാനുമുള്ള സൗകര്യത്തിന്
പാനിൽ നിന്ന് മിശ്രിതം ഒരു നോൺ സ്റ്റിക്ക് കടായിലേക്ക് മാറ്റുന്നുണ്ട്. പാനിൽ നിന്ന് നോൺ സ്റ്റിക്കിലേക്ക് മാറ്റുമ്പോൾ അരിച്ചാണ് ഞാൻ ഒഴിക്കുന്നത്. ലേശം കട്ടിയുണ്ടെങ്കിൽ അതെല്ലാം ഉടഞ്ഞു കിട്ടുമല്ലോ. ഇനി ഇളക്കി കുറുക്കിയെടുക്കുക. കൂടുതൽ നെയ്യ് വേണമെന്നുള്ളവർക്ക് കൂടുതൽ നെയ്യ് ചേർത്ത് കൊടുക്കാം. ഒരുവിധം കുറുകി വരുമ്പോൾ വറുത്ത് വെച്ച അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും ചേർത്ത് കൊടുക്കാം. പാനിൽ നിന്നും വിട്ടുവരുന്ന ഈ സ്റ്റേജിൽ വാങ്ങി വയ്ക്കുക. ലേശം ലൂസാണെന്ന് തോന്നുമെങ്കിലും തണുത്ത് കഴിയുമ്പോൾ കറക്റ്റ് കൺസിസ്റ്റൻസി ആയിരിക്കും. നമ്മൾ ആർട്ടിഫിഷ്യൽ കളർ ഒന്നും തന്നെ ചേർത്തിട്ടില്ല. പൈനാപ്പിളിൻ്റെ കളർ തന്നെയാണ് കേസരിക്ക്. അങ്ങനെ നമ്മുടെ പൈനാപ്പിൾ കേസരി നിവേദ്യം തയ്യാറായി. രണ്ടാമത് നമ്മൾ ഉണ്ടാക്കുന്നത് ഒരു ചുണ്ടലാണ്. വെള്ളക്കടല, വൈറ്റ് ചെന്ന എന്നെല്ലാം അറിയപ്പെടുന്ന കടല 1 കപ്പ് എടുത്ത് കഴുകി ചുരുങ്ങിയത് 8 മണിക്കൂറെങ്കിലും കുതിർക്കാനിടുക. എന്നാലേ കടല സ്റ്റീം ചെയ്യുമ്പോൾ നല്ല പോലെ വെന്തു വരികയുള്ളൂ. കടല വേവിക്കാൻ ആവശ്യമായ വെള്ളവും ഉപ്പും ചേർത്ത് 5 വിസിൽ വരെ വേവിക്കുക. സ്റ്റീമെല്ലാം പോയി ആറിയതിന് ശേഷം കുക്കർ തുറക്കുക. നമ്മുടെ കടല ആവശ്യത്തിന് വെന്തു വന്നിട്ടുണ്ട്. ഇനി ഇത് താളിക്കാം. അതിന് ഗ്യാസ് കത്തിച്ച് ഒരു പാൻ വയ്ക്കുക. പാൻ ചൂടായി വരുമ്പോൾ 1 സ്പൂൺ നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കുക. നല്ലെണ്ണയ്ക്ക് പകരം നിങ്ങൾക്കിഷ്ടമുള്ള എണ്ണ ഉപയോഗിക്കാം. എണ്ണ ചൂടായി വരുമ്പോൾ 1/4 സ്പൂൺ കടുകും 1/2 സ്പൂൺ ഉഴുന്നുപരിപ്പും ചേർക്കുക. ഗ്യാസ് സിമ്മിൽ വെച്ച് ചെയ്യുക. കടുക് പൊട്ടി ഉഴുന്നുപരിപ്പ് മൂത്ത് വരുമ്പോൾ 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 സ്പൂൺ കാശ്മീരി മുളക് പൊടിയും കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കുക. 1/4 സ്പൂൺ കായപ്പൊടി കൂടി ചേർക്കാം. ഇനി നമ്മൾക്ക് വേവിച്ച് വെച്ച വെള്ളം ഊറ്റിക്കളഞ്ഞ കടല ചേർത്ത് ഇളക്കി യോജിപ്പിക്കുക. ഉപ്പ് ആവശ്യത്തിന് ചേർത്താണ് കടല വേവിച്ചത്. അതുകൊണ്ട് ഉപ്പിനി ചേർക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഉപ്പ് ചേർക്കാതെയാണ് കടല വേവിച്ചതെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുക. കുറച്ച് തേങ്ങ കൂടി ചേർത്ത് വാങ്ങി വയ്ക്കാം. നാരങ്ങനീര് വേണമെങ്കിൽ നിങ്ങൾക്ക് ചേർക്കാവുന്നതാണ്. രണ്ടാമത്തെ വിഭവമായ കടല ചൂണ്ടലും റെഡി. ഇനി ഈ 2 വിഭവങ്ങളും ഒരു ബൗളിലേക്ക് മാറ്റാം. നിർമ്മലമായ മനസ്സോടെ നിറഞ്ഞ ഭക്തിയോടെ ഈ പ്രസാദങ്ങൾ ദേവിക്ക് നമ്മൾക്ക് സമർപ്പിക്കാം. വളരെ എളുപ്പം ഉണ്ടാക്കാൻ പറ്റുന്ന 2 വിഭവങ്ങളാണ് നമ്മൾ ഇന്ന് തയ്യാറാക്കിയത്. എല്ലാവർക്കും ഹിമവൽ പുത്രിയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. എന്തു നിവേദിക്കുന്നു എന്നതിലല്ല, അത് എങ്ങനെ സമർപ്പിക്കുന്നു എന്നതിലാണ് കാര്യം. ഒരു പൂ കൊടുത്താലും മതി, അത് ഭക്തിയോടെ സമർപ്പിക്കുക. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഷെയർ ചെയ്യാനും മറക്കരുതേ. കൂടാതെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. വീണ്ടും മറ്റൊരു നല്ല വിഭവവുമായി കാണാം. Thank you for watching and supporting.